അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു. ഒരു ജമാഅത്ത് പ്രവർത്തകൻ്റേതാണ് ആ വീഡിയോ. ഷമീർ വടകര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് അദ്ദേഹം കൊടുത്ത ടൈറ്റിൽ ഷീഈ തീവ്രവാദിയായ സ്വഹാബത്തിന് ചീത്ത പറയുന്ന വിശ്വസ്തനായ ആൾ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിലെ ഒരു റിപ്പോർട്ടറാണ്. ഇതാണ് വീഡിയോയുടെ ടൈറ്റിൽ. അപ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഇമാം ബുഖാരി, ഈ മുസ്ലിമത്തിൻ്റെ അഭിമാനമായ നമ്മുടെ ഇമാം ബുഖാരി, ഇമാമുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഷിയാക്കളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഷിയാക്കളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ അവർക്ക് ഒപ്പം നിൽക്കുന്നതിനെ, ഇറാൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നതിനെ പലരും എതിർക്കുന്നു. അവരൊക്കെ അതിവാദികളാണ്, തീവ്രവാദികളാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയുടെ ടോൺ പോകുന്നത്. അല്ലെങ്കിൽ അതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. സഹീഹുൽ ബുഖാരി 17-ാം വോള്യം, ഇതിലെ 75-34 നമ്പർ ഹദീസ് കിതാബു തൗഹീദിലാണ്. ഹദീസ് നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമസ്കാരം അതിന്റെ സമയത്ത് നമസ്കരിക്കുക, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, പിന്നീട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക. പക്ഷെ ഈ ഹദീസിന്റെ സനദ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം ബുഖാരി പറയാണ്, ഹദ്ദസനി സുലൈമാൻ. ഇവിടെ നമുക്ക് ഈ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു അബദ്ധം, ഒരു ഹദീസിനെ എങ്ങനെ സമീപിക്കണം, അല്ലെങ്കിൽ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ എങ്ങനെ സമീപിക്കണം, ഹദീസ് എങ്ങനെ വായിക്കണം എന്ന് പോലും അറിയാതെയാണ് അദ്ദേഹം ഈ വീഡിയോ എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യഗ്രത കൊണ്ട് ഉസൂൽ ഹദീസിന്റെയോ ഹദീസ് വിജ്ഞാനങ്ങളുടെയോ ബാലപാഠങ്ങൾ പോലും അദ്ദേഹം പഠിച്ചിട്ടില്ല. ഒരു ഹദീസ് വായിക്കുമ്പോൾ ഹദ്ദസനി സുലൈമാൻ, ഹദ്ദസന ശുഅബ എന്നാണ് വായിക്കുക? ഒരിക്കലും അല്ല. അതിൻ്റെ ഇടയിൽ കാല വായിക്കണം. അതൊരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചാലേ, കേവലം നമ്മൾ മലയാള പുസ്തകമൊക്കെ എടുത്ത് വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നത് പോലെ വായിച്ചാൽ ഒരിക്കലും ദീനിലെ കിതാബുകൾ പഠിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവിടെ ഇടയിൽ കാല വായിക്കണം. അത് അദ്ദേഹം വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്, പഠിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ വീഡിയോ മുഴുവൻ ചെയ്തത്. നമുക്ക് നോക്കാം. ഇദ്ദേഹമാണ് നമ്മുടെ കഥാപാത്രം, അബ്ബാദ് ബിൻ യാഖൂബ് അൽ അസദി. ഈ വീഡിയോയിൽ ഉടനീളം അദ്ദേഹം ഉബ്ബാദ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അദ്ദേഹം ഉബ്ബാദ് അല്ല, അബ്ബാദാണ്. താൻ ചെയ്യുന്നൊരു വീഡിയോയിലെ താൻ ഏറ്റവും പ്രധാനമായി ഉദ്ധരിക്കുന്ന ആളുടെ പേര് പോലും കൃത്യമായി പഠിക്കാതെയാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച്, ഈ അബ്ബാദിനെ കുറിച്ച് ഒരു സാധനം കിട്ടി. അത് കിട്ടിയ പാടെ, കേട്ട പാടി കേൾക്കാത്ത പാടി അദ്ദേഹമാണ് വന്ന് വീഡിയോ ചെയ്യുന്നുള്ളൂ. ഉബ്ബാദ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അബ്ബാദാണ്, അബ്ബാദ്. അങ്ങനെ തന്നെയാണ്, കൃത്യമായി പഠിച്ചുകൊണ്ടല്ലേ ഒരു കാര്യം അവതരിപ്പിക്കേണ്ടത്. ഈ ആരാണ് ഉബ്ബാദ് ബിൻ യാഖൂബ് അൽ അസദിയു? ഷിയ തീവ്രവാദിയാണ്. അപ്പൊ ഷിയ തീവ്രവാദിയായ ആളാണ് ഇമാം ബുഖാരിയുടെ സഹീഹിൽ റിപ്പോർട്ടറായിട്ട് വന്നിട്ടുള്ളത്. അത് ആരാണ് അദ്ദേഹം ഷിയ ആണെന്ന് പറഞ്ഞത്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഞാൻ പറയാം. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഹാഫിദ് ഷംസുദ്ദീൻ സഹബിയുടെ സിയറു അലാമിൻ നുബല 11-ാം വോള്യം 536-ാമത്തെ പേജിൽ 155-ാം തർജുമ നമ്പർ ഉബ്ബാദ് ബിൻ യാഖൂബ് അൽ അസദിയെ കുറിച്ചാണ്. അർ-റവാസിനി എന്ന് കൊടുത്ത ശേഷം പറയാണ്, അശ്ശൈഖുൽ ആലിമു അസ്സദൂഖു മുഹദ്ദിസു ഷിയ അബൂ സഈദ് ഉബ്ബാദ് ബിൻ യാഖൂബ് അൽ അസദിയു അർ-റവാജിനിയു അൽ കൂഫിയു അൽ മുബ്തദിയു. മുബ്തദിയാണ്. മുബ്തദി എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇമാം ബുഖാരി ബിദ്അത്ത് ചെയ്യുന്ന ആളെ വരെ ഹദീസ് ഉദ്ധരിക്കാൻ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. മുസ്ലിം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു കിതാബാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ഈ ബിദ്അത്തുകാരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പാടില്ലേ? ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? ഇതൊക്കെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മുൻഗാമികൾ ഇങ്ങനെയുള്ള ബിദ്അത്തുള്ളവരിൽ നിന്ന് ഹദീസ് എടുത്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന്, ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇദ്ദേഹത്തിന് പരിചയം ഉണ്ടാവും ഒരുപാട്. ഇപ്പം അദ്ദേഹം തുറന്നു വെച്ച കിതാബ് പോലും സ്വഹീഹുൽ ബുഖാരി അല്ല, ഫത്ഹുൽ ബാരിയാണ്. അതിൻ്റെ രചയിതാവാണ് അദ്ദേഹം. പറയുന്നുണ്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇമാം ഹാഫിദ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ ഇതേ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. ആ ഫത്ഹുൽ ബാരിയിൽ തന്നെ
ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ റാവിമാരെ കുറിച്ച്, അതേപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച അൽ ബിദ്അത്തുള്ള ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ന്യായങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ബിദ്അത്ത് രണ്ട് രൂപത്തിലാണുള്ളത്. ബിദ്അ മുക്കഫിറ, ബിദ്അ മുഫസ്സിഖ. ഒരാളെ ദീനിൽ നിന്ന് പുറത്തു കളയുന്ന ബിദ്അത്തും ഉണ്ട്, അല്ലാത്ത ബിദ്അത്തും ഉണ്ട്. അപ്പം അദ്ദേഹം ഈ റാവിയെ പറ്റി പഠിക്കാനെടുത്ത കിതാബ് ഇമാം ദഹബി, അദ്ദേഹത്തിൻ്റെ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാന്ന് പറഞ്ഞ അദ്ദേഹം പരിചയപ്പെടുത്തിയ ഇമാം ദഹബി, അദ്ദേഹത്തിൻ്റെ തന്നെ മീസാനുൽ ഇഅ്തിദാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കുറച്ച് വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം. അൽ ബിദ്അത്തു അലാ ദർബൈൻ, രണ്ട് ഇനങ്ങളാണ് ബിദ്അത്തിനുള്ളത്. ഫബിദ്അത്തുൻ സുഗ്റ, ചെറിയ ബിദ്അത്തുണ്ട്. കഉലൂവി തശയ്യു, കണ്ടോ, ഉലൂവു തശയ്യു, അദ്ദേഹം ഷീഇ തീവ്രവാദം എന്ന് പറഞ്ഞ ഈ പദമാണ്, ഞാൻ അതിലേക്ക് വരാം. ഔ കത്തശയ്യു ബിലാ ഗുലൂവിൻ വലാ തഹറുഫ്, അതേപോലെ ഗുലുവും തഹറുഫും ഇല്ലാത്ത, വ്യതിചലനവും ഇല്ലാത്ത തശയ്യു. ഫഹാദ കസീറുൻ ഫി താബിഈൻ വ താബിഈഹിം മഅ ദീനി വൽ വറഇ വസ്സിദ്ഖി, നല്ല ദീനുണ്ടായി നല്ല വറഉ സൂക്ഷ്മതയുള്ള താബിയങ്ങളിലൊക്കെ ഈ ഒരു തശയ്യു നമ്മൾ ഒരുപാട് താബിയങ്ങളിൽ കാണാൻ പറ്റും. ഫലൗ റുദ്ദ ഹദീസു ഹൗലായി ലദഹബ ജുംലത്തും മിൻ ആസാരി നബവി, ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ ഹദീസ് തള്ളിയാൽ ഒരുപാട് ഹദീസുകൾ നഷ്ടപ്പെട്ടു പോകും. വഹാദിഹി മഫ്സദ ബയ്യിന, അതുകൊണ്ട് ദീനിനുണ്ടാകുന്ന മഫ്സദത്ത് വ്യക്തമാണ്. സുമ്മ ബിദ്അത്തുൻ കുബ്ര, വലിയ ബിദ്അത്തുണ്ട്. കറഫ്ലിൽ കാമിൽ, പൂർണ്ണമായ റഫ്ല്, അദ്ദേഹം ശരിക്കും ഉദ്ദേശിച്ച ഷിയായിസം. വൽ ഗുലുവു ഫീ വൽ ഹത്തു അല അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ സ്ഥാനമെടുക്കൽ, വദ്ദുആ ഇലാ ദാലിക, അതിലേക്ക് ക്ഷണിക്കൽ. ഫഹാദ നൗ ലാ യുഹ്തജ്ജു ബിഹി വലാ കറാമ, ഈ ഇനം ആളുകളിൽ നിന്ന് ഒരിക്കലും ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തശയ്യു എന്ന പദം നമ്മൾ പഠിക്കണം, ബിദ്അത്ത് എന്നുള്ള പദം പഠിക്കണം. അദ്ദേഹം ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം. ഉബ്ബാദ് ഇബ്നു യഅഖൂബ് അൽ അസദി, സഹീഹ് ബുഖാരിയിൽ ഇതാ ഉബ്ബാദ് ഇബ്നു യഅഖൂബ് അൽ അസദി. മാത്രമല്ല ഇദ്ദേഹം ഷിയ തീവ്രവാദിയാണ്, സാധാ ഷിയ അല്ല. ഇബ്നു അദി പറയാണ് ഫീഹി ഗുലുവും ഫി തശയ്യുഇ, ഷീസത്തിൽ അദ്ദേഹത്തിന് തീവ്രമായ വാദമുണ്ട് എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയ. തശയ്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഷിയായിസാണ്. അദ്ദേഹമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഇറാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷിയായിസം. അതിനെക്കുറിച്ച് നമുക്കറിയാലോ, നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരാരോപണം നടത്തുന്ന, സ്വഹാബത്തിനെ തക്ഫീർ ചെയ്യുന്ന, ഖുലഫാ റാഷിദീങ്ങൾ കാഫിരീങ്ങളാണെന്ന് പറയുന്ന, അവർക്കെതിരെ ശാപപ്രാർത്ഥന ചൊല്ലുന്ന, അവരുടെ ഇമാമിങ്ങൾക്ക്, ഇസ്നാശരി ഇമാമിങ്ങൾക്ക്, അതേപോലെ തന്നെ അവരുടെ ഇമാമിങ്ങൾക്ക് നബിമാരേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്ന, ഇബ്നു തൈമിയ്യൊക്കെ ഇവരെ കുറിച്ച് പറഞ്ഞത് അവർ ജൂത നസാറാക്കളേക്കാൾ കാഫിരീങ്ങളാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഷിയായിസമാണ് ഇവിടുത്തെ ഷിയായിസം. ഇവിടെ ഈ തശയ്യു കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചത്. അതും അദ്ദേഹത്തിന്റെ ഒരു അജ്ഞതയാണ്. ഈ ഒരു ഷിയായിസത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ ആളുകൾക്ക് തോന്നേണ്ടത്. അദ്ദേഹം വഞ്ചിക്കാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം, ഈ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയട്ടെ, തശയ്യു എന്ന് പറഞ്ഞാൽ, തഹദീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കാണാം. ഈ റാവിമാരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് തശയ്യു ഫി ഉറുഫിൽ മുതഖദ്ദിമീൻ. മുൻഗാമികളുടെ സംസാരത്തിൽ, അവരുടെ ഉദ്ദേശത്തിൽ തശയ്യു എന്ന് പറഞ്ഞാൽ ഉസ്മാൻ, അലി റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹുവിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശ്വസിക്കാം. വാന അലിയൻ ഖാന മുസീബൻ ഫി ഹുറൂബി, അലി റളിയല്ലാഹു ആണ് അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹത്തിനാണ് ശരി സംഭവിച്ചത്. അതേപോലെ വന്ന മുഖാലിഫഹു മുഖ്ത്യ, അലി റളിയല്ലാഹുവിന് എതിരെ നിന്നവർ തെറ്റുപറ്റിയവരാണ്. മാ തഖ്ദീമി ഷെയ്ഖൈൻ വ തഫ്ളീലിഹിമ, എന്നാൽ അവർ അബൂബക്കറിനെയും ഉമറിനെയും മുന്തിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് മുൻകാലത്തെ തശയ്യു എന്ന് പറഞ്ഞാൽ. അതേപോലെ ഉലൂവുൻ ഫി തശയ്യു എന്ന് പറഞ്ഞാലും ഈ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്യുക, അലി റളിയല്ലാഹുവിനെ എതിർത്തവർക്കെതിരെ പറയുക, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ പണ്ഡിതന്മാർ വളരെ വ്യക്തമാക്കിയാണ് ആരുടെ ഹദീസ് സ്വീകരിക്കാം. ഒരു ബിദ്അത്തുകാരനാണെങ്കിൽ ആ ബിദ്അത്തുകാരൻ തന്റെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ, അങ്ങനെ ക്ഷണിക്കാൻ ഉതകുന്ന ഹദീസാണോ, അതൊക്കെ നോക്കിയിട്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുക. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഈ പറയപ്പെട്ട അബ്ബാദ്. ഈ അബ്ബാദ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരിയാണ്. ഇമാം ബുഖാരിക്ക് അതിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടാവും. ഇമാം ബുഖാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു റാവിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഒരുപാട് കാലം യാത്ര ചെയ്ത് ഹദീസ് വരെ സ്വീകരിക്കാതെ പോകുന്ന ചരിത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിരിക്കെ വ്യക്തമായൊരു കോട്ടിമാറ്റൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ഉലൂവുൻ ഫി തശയ്യു, നമ്മൾ ഈ പണ്ഡിതന്മാർ പറയുന്ന വാക്കിനൊക്കെ നമ്മുടെ വക അർത്ഥം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഉലൂവുൻ അതിര് കവിയൽ, തശയ്യു എന്ന് പറഞ്ഞാൽ ഷീസം. അപ്പോൾ ഷീസത്തിൽ അതിര് കവിയൽ, ഷീഇ തീവ്രവാദി, നല്ലൊരു ഹെഡിങ് കിട്ടി. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഒരു റാവിയെക്കുറിച്ച് പറയുന്ന പദങ്ങൾ കൃത്യമായി അതിൻ്റെ അർത്ഥങ്ങൾ വിവരിക്കപ്പെട്ടതാണ്, വളരെ വ്യക്തമായി വിവരിക്കപ്പെട്ടതാണ്.
ഇപ്പം ഉദാഹരണത്തിന് മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥം വെക്കുക? സ്വീകരിക്കപ്പെട്ടവൻ. ഒരു റാവി മഖ്ബൂലാണെന്ന് പറഞ്ഞാൽ ആ റാവിയുടെ എല്ലാ ഹദീസും സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അവിടെ അതിന് കൃത്യമായ മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മഖ്ബൂൽ എന്ന് പറയുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തെ സിഖത്ത് സബത്ത് എന്നൊന്നും പറഞ്ഞില്ല. നമ്മളിങ്ങനെ അർത്ഥം വെച്ച് പോയാൽ എന്തൊക്കെ കാണാൻ നമുക്ക് പറ്റും? എന്തൊക്കെ കാണാൻ പറ്റും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഉസൂൽ ഹദീസ് പഠിക്കാതെ, റാവിമാരെ പറ്റി പഠിക്കാതെ, താൻ ഇപ്പോൾ വായിക്കുന്ന കിതാബ് പോലും നേരെ ഹറക്കത്തിട്ട് വായിക്കാൻ അറിയാതെയാണ് ഈ പറയപ്പെട്ട ആളത് വായിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. നോക്ക്, അദ്ദേഹം തുടരുന്നു. നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാണെന്ന്. എന്നിട്ട് അതിനുശേഷം ഈ പിന്നെ പറയാണ് അന്ന ഉബ്ബാദൻ കാന യഷ്തുമു സലഫ്, അദ്ദേഹം സലഫുകളെ ചീത്ത പറയാറുണ്ട്. ആരാ സലഫ്? അബ്ബാദ് സലഫുകളെ ചീത്ത പറയാറുണ്ട്. ആരാണ് സലഫ്? സഹാബത്തിനെ അദ്ദേഹം ചീത്ത പറയാറുണ്ട്. അങ്ങനെ ഇത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനാണ്. ഒരുപക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ നിന്നവരെ ഇദ്ദേഹം കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. ഈ അബ്ബാദ് അദ്ദേഹത്തിന്റെ തർജുമൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം, കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ സ്വഹാബാക്കൾ കാഫിറാണെന്ന് പറയുന്ന ഷിയാണോ അദ്ദേഹം? ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ദീനിന്ന് പുറത്തു പോകുന്ന ഷിയാണോ അദ്ദേഹം? ഒരിക്കലും അല്ലല്ലോ, ഒരിക്കലും അല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഷിയാക്കളെന്ന് പറഞ്ഞാൽ വ്യക്തമായ കുഫറിന്റെ വാദമുള്ള ദീനിന്ന് പുറത്തു പോകുന്ന ഷിയാക്കളാണ്. അഹ്ലുസുന്നയെ എത്രയോ കൊന്നൊടുക്കിയവരാണ്. പിന്നെ അതേപോലെ തന്നെ അഹ്ലുസുന്നയെ തക്ഫീറിൻ തഖിയ്യവാദമുള്ളവരാണ്. പുറത്ത് അഹ്ലുസുന്നയുടെ കൂടെയാണ് തോന്നിപ്പിക്കുകയും ഉള്ളിൽ അഹ്ലുസുന്നയെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ തങ്ങളുടെ ഇമാമിങ്ങൾക്ക് ഹലാലും ഹറാമും അത് പുതിയ ദീനിലെ ഹലാലും ഹറാമും ഉണ്ടാക്കാൻ അനുമതിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരുടെ ഒരു മഹ്ദി വരാനുണ്ട്, നമ്മുടെ മഹ്ദി അല്ല, ഒരു മഹ്ദി വരാനുണ്ട്, ആ മഹ്ദിയാണ് ഹലാൽ ഹറാം നിശ്ചയിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത്തരം വിഡ്ഢിത്തങ്ങളും ജൽപ്പനങ്ങളും കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ ദീനിൽ തന്നെ പുറത്തു പോകുന്ന ഷിയാക്കളെയും ഈ പറയപ്പെട്ട ഈ റാവിമാരെയൊക്കെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കണം അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഇമാം ബുഖാരിയുടെ റാവിമാരെ കുറിച്ച് കൃത്യമായ പഠനം നടത്തുക. അതിന് കൃത്യമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഹദീസ് ഇന്നും ഇന്നലെ പൊട്ടിമുളച്ചോന്നല്ല, ഇത് ഒരുപാട് കാലമായി ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ഹദീസുകളെ പലരും വിമർശിച്ചിട്ടുണ്ട്, അല്ലെ റാവിമാരെ വിമർശിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ഹദീസുകൾ, ഇമാം ബുഖാരിയുടെ മുഴുവൻ ഹദീസുകൾ ഉമ്മത്ത് സ്വീകരിച്ചവരാണ് നമ്മളൊക്കെ. അതിന് വ്യക്തമായ ന്യായങ്ങൾ അഹ്ലുസുന്നത്തിനും സുന്നികൾക്കുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ രൂപത്തിലുള്ള വഞ്ചന അദ്ദേഹം നടത്തരുത്. ഈ ഹദീസ് പോലും അദ്ദേഹം കൊണ്ടുവരുന്നത്, ഇമാം കിതാബ് തൗഹീദ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വായിക്കുന്നുണ്ടല്ലോ, കൊണ്ടുവന്ന ഈ ഹദീസ് ഒരുപാട് സ്ഥലത്ത് ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ബുഖാരിക്ക് ഈ അബ്ബാദിൽ നിന്ന് ഒറ്റ ഹദീസേ ഉള്ളൂ, ഈ ഹദീസ് മാത്രം. എൻ്റെ ഉസ്താദാണ്. ഇമാം ബുഖാരിക്ക് അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ ന്യായങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിലോ ഒരു കുറവും വരുത്തുന്നില്ല. മാത്രമല്ല ഇതുകൊണ്ടൊന്നും ഈ കാലഘട്ടത്തിലെ, അല്ലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഷിയാക്കളെ, ഷിയായിസത്തെ ന്യായീകരിക്കാൻ ഇതുകൊണ്ടൊന്നും ആർക്കും സാധ്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. ഇതിനെ ചീത്ത പറയുന്ന മുബത്തദിയായ എന്നാൽ സദൂക്കായ ഷീസത്തിൽ തീവ്രവാദമുള്ള ഒരാളെയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസിൽ സനദായി കൊണ്ടുവന്നിരിക്കുന്നത്. വ്യക്തമായ വഞ്ചിക്കലാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ തിരിച്ചറിയണം. അദ്ദേഹവും എല്ലാവരും കൂടുതൽ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.